ലക്ഷ്മി നിന്റെ ചേച്ചിയാണെന്ന് അവിടെ ഇതുവരെ അറിഞ്ഞില്ലല്ലോ അല്ലേ? ഇല്ല അച്ഛാ. മഹിയോടും പറഞ്ഞിട്ടില്ലേ? ഇല്ല. എന്നാലും എന്റെ മോള് തന്നെ ഞാൻ വിശ്വാസവഞ്ചകനാണെന്ന് കോടതിയിൽ വന്ന് പറഞ്ഞപ്പോ അച്ഛൻ ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് താഴ്ന്നു പോയ പോലെയായി. അന്നേരം അച്ഛന്റെ മനസ്സ് മരവിച്ചു പോയ പോലെ തോന്നി. ഒരു മകളും ഒരച്ഛനോടും കാണിക്കാൻ പാടില്ലാത്തതാ എന്റെ മോൾ എന്നോട് ചെയ്തത്. മഹിയുമായിട്ട് ഇത്ര അടുപ്പമുള്ള ആളാണ് ശിവദാസൻ എന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. ആളൊരു പാവ. രണ്ടുപേരെ കൊല്ലാനുള്ള മനസ്സൊന്നും ഇയാൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛാ, ഞാനൊരു കാര്യം ചോദിച്ചാ അച്ഛൻ സത്യം പറയോ? മോള് ചോദിക്കേ. അച്ഛനെ ജയിലിനകത്ത് വെച്ച് ആരെങ്കിലും ഉപദ്രവിച്ചതാണോ? സത്യം പറയച്ച. അതെ മഹി, ജയിലിനകത്തിട്ട് ശിവദാസനെ കൊല്ലാൻ നോക്കിയതാ. സത്യാണോ? എന്റെ ഒരു പരിചയക്കാരൻ ഒരു ജയിൽ വാർഡനുണ്ട്. അയാളാ ഈ കാര്യം എന്നോട് പറഞ്ഞത്. ജയിലില് മോള് പേടിക്കുന്ന പോലൊന്നുമില്ല. അവിടെ എല്ലാവരും നല്ല സ്നേഹത്തോടെയാ കഴിയുന്നേ. ആരും വലിയ കുഴപ്പക്കാരൊന്നുമില്ല. നമ്മൾ ഈ സിനിമയിൽ കാണുന്നതിനേക്കാൾ ഇരട്ടി ഭീകരതയാ ജയിലിനകത്ത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആളെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. അല്ലെങ്കിൽ ജാമ്യം വാങ്ങി പുറത്തു കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ശിവദാസന്റെ ശാപമായിരിക്കും. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞങ്ങള്. മോളെ, എനിക്കൊന്നും സംഭവിക്കില്ല മോളെ. നമുക്ക് മോള് സമാധാനായിട്ടിരിക്കേ.